KVS ഹരിദാസ്, ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ നിങ്ങളുടെ തന്നെ പ്രമുഖ നേതാവായിരുന്ന M. വെങ്കയ്യ നായിഡു കൊടുത്തിട്ടുള്ള അഭിമുഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമം നിറഞ്ഞ സന്ദർഭം ഏതായിരുന്നു ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഉപരാഷ്ട്രപതിയായപ്പോൾ BJP അംഗത്വം ഒഴിയേണ്ടി വന്നു. എൻ്റെ രാഷ്ട്രീയ ബന്ധം അവസാനിപ്പിച്ചപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു പൊതുസങ്കല്പം എന്ന് പറയുന്നത് ഉയർന്ന ഭരണഘടനാ പദവികളിൽ, അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ തുടങ്ങിയ പദവികളിലൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിലേക്ക്, പ്രത്യക്ഷ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വഴക്കുകളിലേക്ക് പോകാതിരിക്കുക, അവർ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്നു, ആ സ്ഥാനത്തോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗവർണർ എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ തെരുവിലിറങ്ങി രാഷ്ട്രീയം കളിക്കേണ്ട ആളല്ല, ഉയർന്ന ഭരണഘടനാ പദവി വഹിക്കുന്ന ഈ സംസ്ഥാനത്തിൻ്റെ തലവൻ, ആലങ്കാരികമായി സംസ്ഥാനത്തിൻ്റെ തലവനാണ്. രാഷ്ട്രപതി ഈ രാഷ്ട്രത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ തലവയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ബഹുമാനം അർഹിക്കുന്ന ആളുകൾ കേവല രാഷ്ട്രീയം കളിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ പൊതുസമൂഹം കാംക്ഷിക്കുന്നതും നമ്മൾ ഇത്രയും കാലം ഫോളോ ചെയ്തുകൊണ്ടിരുന്നതുമായ മര്യാദ. അപ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ സ്വാഭാവികമായി ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ആളുകൾ വിമർശിക്കപ്പെട്ടത്. അല്ല അഭിലാഷേ, ഞാൻ അഭിലാഷ് പറഞ്ഞതിനോട് 100% യോജിക്കുക. ഗവർണർമാർക്ക് രാഷ്ട്രീയം പാടില്ല. ഇപ്പോൾ നൗഷാദ് അലി പറഞ്ഞ പോലെ സർക്കാരിയ കമ്മീഷൻ ഉൾപ്പെടെ 100 കണക്കിന് മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ തെരുവിൽ തടഞ്ഞ് കോവല കത്തിക്കാനും ബഹളം ഉണ്ടാക്കാനും പോയപ്പോൾ സംരക്ഷിക്കാൻ ഒരു പോലീസുകാരൻ പോലും അടുത്തുണ്ടായിരുന്നോ? അങ്ങനെ നെഞ്ചി നിവർത്തി കാറിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നില്ലേ? അദ്ദേഹത്തിൻ്റെ യാത്രയിൽ എല്ലാ സ്ഥലത്തും കുഴപ്പമുണ്ടാക്കാൻ മാർക്സിസ്റ്റുകാരും SFIക്കാരും തെരുവിലിറങ്ങി കുഴപ്പമുണ്ടാക്കിയില്ലേ? ഇതുപോലെ തെരുവിലിറങ്ങി ഗവർണർമാരെ നേരിടാൻ തുടങ്ങിയാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യല്ലാതെ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ വടിയെടുത്തുകൊണ്ട് ഞങ്ങൾ ഇറങ്ങണോ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ? അദ്ദേഹത്തിന് അവസാനം കേന്ദ്ര സേനയുടെ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെടേണ്ടി വന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതെങ്ങനെ ഉണ്ടായി? അത് കേരളത്തിലേ ഉണ്ടാകുള്ളൂ. പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുമായിട്ട് സംഘർഷം ഉണ്ടായില്ലേ? ഈ VCമാരുടെ നിയമനം സംബന്ധിച്ച് ബംഗാളിലും തമിഴ്നാട്ടിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും വിവാദങ്ങൾ ഉണ്ടായില്ലേ? പക്ഷെ ആ വിവാദങ്ങളിലൊക്കെ അവസാനം സുപ്രീം കോടതിയുടെ വിധി വന്നു. ഗവർണർമാർ പറഞ്ഞതാണ് ശരിയെന്ന്, അല്ലെങ്കിൽ ചാൻസലർമാർ പറഞ്ഞതാണ് ശരിയെന്ന്. മറന്നുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്യാൻ പാടില്ല. ഗവർണർ ചാൻസലർ ആവുന്നത് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമായിട്ടല്ല. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി ഗവർണർ വരുന്നത് കേരള യൂണിവേഴ്സിറ്റി നിയമം അനുസരിച്ചാണ്. യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചിട്ടാണ് ഗവർണർ ആ സർവകലാശാലകളുടെ ചാൻസലറായി വരുന്നത്. പക്ഷേ ആ പദവിയോട് നീതി പുലർത്താതെ അദ്ദേഹത്തിന്റെ കേവല രാഷ്ട്രീയ താല്പര്യം സർവകലാശാലകളിലേക്ക് ഒളിച്ചു കടത്തിയാൽ വിദ്യാർത്ഥികൾക്കായാലും അധ്യാപകർക്കായാലും പ്രതിഷേധിക്കേണ്ടി വരില്ലേ? അപ്പോൾ വഴിയെ പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുക, അത് മുഖ്യമന്ത്രിമാരും വലിയ വലിയ നേതാക്കളും ഒക്കെ നേരിട്ടുള്ള കാര്യമാണ്. വഴിയെ പോകുമ്പോൾ കരിങ്കൊടി കാണിച്ചാൽ ആ വണ്ടി നിർത്തി ഇറങ്ങി കരിങ്കൊടി കാണിച്ച ആളുകളെ നേരിടാൻ പോവുക, ഉടനെ അവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ട് അമിത്ഷാജി എന്നൊക്കെ പറയാ. ഇത് ഇമ്മട്ടിൽ തെരുവിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡ്രാമ, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, അതൊരു ഭരണഘടനാ സ്ഥാനത്തിന് യോജിക്കുന്നതാണോ എന്ന്. അല്ല അഭിലാഷേ, മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന ദുരന്തം നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ലേ? കരിങ്കൊടി കാണിക്കേണ്ടത് പ്രതിഷേധത്തിൻ്റെ ഭാഗമാണെന്ന് അഭിലാഷ് പറയുമ്പോൾ അവിടെ എന്താ ഉണ്ടായത്? ഞാൻ അതൊക്കെ പോട്ടെ, എനിക്ക് നൗഷാദ് അലിയുടെ ഗവർണർമാരെക്കുറിച്ചുള്ള വിശദീകരണം കേട്ടപ്പോൾ എനിക്ക് പുളകമണിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാരുടെ കാലത്ത് ഈ ഗവർണർമാർ ചെയ്ത വൃത്തികേടുകളെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലെങ്കിലും ഓർത്തിട്ടുണ്ടോ? 1957 EMSനെ പിരിച്ചുവിട്ടതിനെക്കുറിച്ച് എന്താ അദ്ദേഹം പറയുന്നേ? NDRൻ്റെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടിട്ട് അദ്ദേഹം ഡൽഹിയിൽ പോയി സമരം ചെയ്യുമ്പോൾ കൂടെ EMS ഉണ്ടായിരുന്നു. EMS ആയിരുന്നു അന്ന് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരുടെ ആൾ. ഈ വെങ്കയ്യ നായിഡു ഒക്കെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആ കാലഘട്ടത്തിലാണ്. തമിഴ്നാട്ടിൽ DMK സർക്കാരിനെ പിരിച്ചുവിട്ടില്ലേ? ഞാൻ സൗത്ത് ഇന്ത്യയുടെ കാര്യങ്ങളാണ്. SR ബോംബെ കേസ് എങ്ങനെയാണ് വന്നത്? ഏതിൻ്റെ പശ്ചാത്തലത്തിലാണ്? ആരാ ബോംബെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത്? കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ ഒട്ടുക്ക് ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന് കശാപ്പ് ചെയ്ത കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ ഗവർണർമാരുടെ മഹത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. അതിനുള്ള അർഹതയൊന്നും അവർക്കില്ല. ഞങ്ങളിപ്പോഴും പറയുന്നു, ഗവർണർമാർ മാന്യമായിട്ട് ഭരണഘടനാനുസൃതമായിട്ട് തന്നെ പ്രവർത്തിക്കണം, രാജ്ഭവൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കണം. പക്ഷെ അത് ഗവർണർമാർ മാത്രം വിചാരിച്ചാൽ പറ്റൂല. ഗവൺമെൻറ് വിചാരിക്കണം, ഗവൺമെൻറ് അതിനൊപ്പം നിൽക്കണം, ഗവൺമെൻറ് മാന്യമായിട്ട് ഇടപെടണം, ഗവൺമെൻറ് അന്തസ്സോട് കൂടിയിട്ട് പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവണം. തോന്നിയവാസം കാണിച്ചിട്ട് മുന്നോട്ട് വന്നിട്ട് കാണുന്ന കടലാസിൽ മുഴുവൻ ഒപ്പിട്ട് കൊടുക്കണം ഗവർണർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ടാവും. ആ നിലപാടുകൾ ഭരണഘടനാനുസൃതമാണ്, അല്ലാതെ രാഷ്ട്രീയ നിലപാടല്ല. അങ്ങനെ അതിനെ ചിത്രീകരിക്കുകയും വേണ്ട. ശരി.